ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അളവ് പാൻറ് വെച്ചിട്ട് എങ്ങനെയാണ് പാൻറ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നേരിട്ട് അളവെടുത്ത് തയ്ക്കാൻ പേടിയുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിലുള്ള പാൻറ് വെച്ച് തന്നെ നമുക്ക് പാൻറ് തയ്ച്ചെടുക്കാം. തുണിയുടെ വീതിനെ 4 മടക്കാക്കിയിട്ടാണ് ഇട്ടത്. അതിനുശേഷം നമ്മുടെ മേലേന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എലാസ്റ്റിക്കോ അതുപോലെ വള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലൊരു ലൈന് വരച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ അളവെടുത്തിട്ടല്ല ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള പാൻറ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാൻറ് വരച്ചെടുക്കാൻ പോകുന്നത്. അളവെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പാൻറ് വെച്ച് തന്നെ നമുക്കത് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളെ കയ്യിലുള്ള തുണി ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ മേലെ, ആ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിലുള്ള പാൻറ് ഇതുപോലെ വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കണം. നല്ല കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കണം. നമ്മുടെ ക്രോച്ച് ലെങ്ത്തൊക്കെ വരുന്നിടത്തൊക്കെ നല്ല ഷേപ്പോട് കൂടി തന്നെ വരയ്ക്കണം. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 1 ഇഞ്ചേ തയ്യൽ തുമ്പ് മടക്കി തയ്ക്കാനുള്ള അത് കിട്ടുന്നുള്ളൂ. അതിനുശേഷം ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ഇടാം. ഞാനിവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണി വെട്ടിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ 2 പീസായിട്ടാണ് കിട്ടുക. ഈ 2 പീസ് വേണം നമുക്കിനി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തുണി ഇതുപോലെ ഇടണം. ഒരു തുണിയുടെ മേലെ ഇതുപോലെ മറ്റേ തുണിയും കൂടെ വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം വേണം ക്രോച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും തയ്ച്ചെടുക്കണം. ഇതുപോലെ തയ്ച്ചെടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് വരുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടുന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. പാൻറ്റിൻ്റെ അടിവശം തയ്ച്ചെടുക്കണം. എനിക്കിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കിട്ടിയത്. നിങ്ങൾക്ക് 2 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കുക. സാധാരണ 2 ഇഞ്ചൊക്കെ കൂട്ടിയെടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. എനിക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് ഇത്രേ കിട്ടിയതുള്ളൂ. അപ്പോൾ പാൻറ്റിൻ്റെ അടിവശം മടക്കി തയ്ക്കണം. ഈ 2 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അവിടെ ഒരു ഓപ്പണായി കിടക്കുന്നുണ്ട്. അത് വള്ളി ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ ചെറുതായി മടക്കിയതിന് ശേഷം ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കണം. രണ്ടാമത്തെ മടക്ക് മാർക്കിംഗ് കാണുന്നിടത്തേക്കാണ് മടക്കി കൊടുക്കേണ്ടത്. ഇത് കൂട്ടിയടിക്കണം. വള്ളി ഇടുന്ന ഭാഗം നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കൂട്ടി തയ്ക്കാം. കൂട്ടി തയ്ക്കുമ്പോൾ കറക്റ്റ് താഴേന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കൂട്ടി തയ്ക്കാം. പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിന് വള്ളി ഇടണം. വള്ളിയും കൂടെ ഇട്ടിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം അളവെടുക്കാൻ പേടിയുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പാൻറ്റ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെട്ടി നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.